ഹലോ ഫ്രണ്ട്സ്, ഓണപരീക്ഷയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും, അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര അഥവാ സമാന്തര ശ്രേണിയും ബീജഗണിത രൂപവും, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാം കൃതി സമവാക്യങ്ങൾ, ഇത്രയും പാഠങ്ങളിൽ നിന്നാണ് ഈ ഓണപരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. The fourth term of an arithmetic sequence is 51 and sixth term is 45. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ നാലാം പദം 51 ആറാം പദം 45 അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഫിഫ്ത് ടേം? അഞ്ചാം പദം എത്ര? രണ്ടാമത്തെ ചോദ്യം, വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ദ ഫിഫ്ത് ടേം ടു ഗെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? അഞ്ചാം പദത്തോടെ ഏത് സംഖ്യ കൂട്ടിയാലാണ് ആദ്യ പദം ലഭിക്കുക? മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ളത് എടുത്തെഴുതാം. ഫോർത്ത് ടേം അതായത് നാലാം പദം എത്രയാണ്? 51 തന്നിട്ടുണ്ട്. അതുപോലെ ആറാം പദം സിക്സ്ത് ടേം 45. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 4ന്റെയും 6ന്റെയും ഇടയിലുള്ള അഞ്ചാം പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ മിഡിൽ ടേം അഥവാ മധ്യപദം കാണാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ മുൻപിലും പിന്നിലുമുള്ള ടേംസ് അഥവാ പദങ്ങളെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഫിഫ്ത് ടേം അഞ്ചാം പദം കാണാനായിട്ട് നാലാം പദവും ആറാം പദവും കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് മിഡിൽ ടേം അഥവാ മധ്യപദം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നാലാം പദം എത്രയാണ്? 51. ആറാം പദം എത്രയാണ്? 45 ഡിവൈഡഡ് ബൈ 2. 51ഉം 45ഉം കൂട്ടിയാൽ 96 ഡിവൈഡഡ് ബൈ 2. 96 ഹരിക്കണം 2 എത്രയാണ്? 48. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഫിഫ്ത് ടേം അഥവാ അഞ്ചാം പദം 48. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ദ ഫിഫ്ത് ടേം ടു ഗെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? അതായത് ഫിഫ്ത് ടേം 48 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഫിഫ്ത് ടേമിന്റെ കൂടെ അഞ്ചാം പദത്തിനോട് എത്ര കൂട്ടിയാലാണ് നമുക്ക് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കിട്ടുന്നത് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം nth ടേം അഥവാ എന്നാം പദത്തിന്റെ ഇക്വേഷൻ എന്താ? ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ എന്നാം പദത്തിന്റെ ഇക്വേഷൻ f പ്ലസ് n മൈനസ് 1d ആണ്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ആദ്യ പദമാണ്. എൻ എന്ന് പറയുന്നത് നമുക്ക് എത്രാമത്തെ പദമാണോ അതാണ് എൻ. ഡി എന്ന് പറയുന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഫിഫ്ത് ടേം ഉപയോഗിച്ച് എഴുതാം. ഫിഫ്ത് ടേം അഥവാ അഞ്ചാം പദം ഈക്വൽ ടു എഫ് പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? അഞ്ചാമത്തെ പദമല്ലേ, അപ്പൊ 5 എന്ന് എഴുതാം. 5 മൈനസ് 1 ഡി. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫിഫ്ത് ടേം അഥവാ അഞ്ചാം പദം ഈക്വൽ ടു എഫ് പ്ലസ് 5ൽ നിന്ന് 1 പോയാൽ 4d. ഓക്കെ, ഇനി നമുക്ക് ഈ പ്ലസ് 4d ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ വരും? ഫിഫ്ത് ടേം അഞ്ചാം പദം ഈ പ്ലസ് 4d ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 4d ഈക്വൽ ടു എഫ്. അതായത് അഞ്ചാം പദത്തോട് 4d മൈനസ് 4d കൂട്ടുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കിട്ടുന്നത്. എന്താണ്? അഞ്ചാം പദത്തോട് മൈനസ് 4d. ഓക്കെ, മൈനസ് 4d കൂട്ടുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി അഞ്ചാം പദത്തോട് എന്താണ് കൂട്ടേണ്ടത്? മൈനസ് 4d. അഞ്ചാം പദത്തോട് മൈനസ് 4d കൂട്ടുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മൈനസ് 4d എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അഞ്ചാം പദത്തോട് അത് കൂട്ടുമ്പോഴാണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കിട്ടുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മൈനസ് 4d കണ്ടുപിടിക്കണം. മൈനസ് 4 അതുപോലെ തന്നെ എഴുതാം. ഡി എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമുക്ക് നാലാമത്തെ പദം 51 എന്ന് തന്നിട്ടുണ്ട്. അഞ്ചാമത്തെ പദം 48 ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ആറാമത്തെ പദം 45 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ടേംസ് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അതായത് 51ഉം 48ഉം
തമ്മിലുള്ള വ്യത്യാസം, 48 45 തമ്മിലുള്ള വ്യത്യാസം. ഇവയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡി കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? ഈ സെക്കൻഡ് ടേം രണ്ടാമത് എഴുതിയ പദത്തിൽ നിന്നും ആദ്യം എഴുതിയ പദം കുറച്ചാൽ മതി. അതായത് 48 നിന്നും 51 കുറച്ചാൽ നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടും. 48 നിന്നും 51 പോയാൽ -3. കാരണം ചെറുതിൽ നിന്നും നമ്മൾ വലുതാണ് കുറയ്ക്കുന്നത്. അപ്പൊ -3 ഉത്തരം. അതായത് 51ന്റെ കൂടെ -3 ചെയ്താൽ നമുക്ക് 48 കിട്ടും. 48ന്റെ കൂടെ വീണ്ടും -3 ചെയ്താൽ നമുക്ക് 45 കിട്ടും. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം -3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് -4d കണ്ടുപിടിച്ചൂടെ? -4d എന്ന് പറയുന്നത് എന്താണ്? -4 ഇൻറ്റു d എത്രയാ? -3. -4 ഇൻറ്റു -3 എന്താ? 4 ഇൻറ്റു 3 12 ആണ്. ഇവിടെ രണ്ട് സംഖ്യകളും മൈനസ് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? +12. ഓക്കെ, അതായത് നമുക്ക് എന്ത് പറയാം? ഫിഫ്ത്ത് ടേം അഥവാ അഞ്ചാം പദത്തിനോട് 12, അതായത് -4d എന്ന് പറയുന്നത് 12 ആണ്. 12 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കിട്ടും. അപ്പൊ ഉത്തരം എന്താണ്? 12 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ ഒരു ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് എന്ത് ചെയ്യാം? അഞ്ചാം പദത്തോട് 12 കൂട്ടിയാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഫസ്റ്റ് ടേം ആദ്യ പദം നമുക്ക് എങ്ങനെയാണ്? അഞ്ചാം പദം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 48 ആണ്. ഈ 48ന്റെ കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. 48ന്റെ കൂടെ 12 കൂട്ടിയാൽ 60. അപ്പൊ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ആദ്യ പദം 60. ഇനി രണ്ടാമത്തെ പദം എങ്ങനെ കാണാം? 60ന്റെ കൂടെ -3 ചെയ്താൽ മതി. കാരണം എന്താ? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം -3 ആണ്. 60 -3 എത്രയാണ്? 57. ഇനി 57ന്റെ കൂടെ വീണ്ടും -3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ പദം കിട്ടും. 57ന്റെ കൂടെ -3 ചെയ്താൽ 54. ആദ്യത്തെ 3 പദങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 60, 57, 54 എക്സെട്ര. ഇതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 3 പദങ്ങൾ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The sum of first 7 terms of an arithmetic sequence is 133 and the sum of first 14 terms is 511. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 133ഉം ആദ്യത്തെ 14 പദങ്ങളുടെ തുക 511ഉമാണ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്ലൂ. ഇനി ഇവിടെ നമുക്ക് 3 ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം? വാട്ട് ഈസ് ദ 11th ടേം? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. 4ാം പദവും 11ാം പദവും കണ്ടുപിടിക്കാനും ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അതായത് ഈ ഒരു ക്ലൂ ഉണ്ടല്ലോ, അതായത് ആദ്യത്തെ 7 പദങ്ങളും ആദ്യത്തെ 14 പദങ്ങളുടെയും തുകയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു ക്ലൂ തരും. ഈ 3 ചോദ്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ സാധാരണ ചെയ്യാറ് ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലൂ യൂസ് ചെയ്ത് അതെന്ത് ചെയ്യാറ്? കണ്ടുപിടിക്കാറ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ക്ലൂ, ഇതേ ക്ലൂ, അതായത് ആദ്യത്തെ 7 പദങ്ങളും ആദ്യത്തെ 14 പദങ്ങളുടെയും തുക. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും തുകകൾ നിങ്ങൾക്ക് തന്നിട്ട് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 3 ചോദ്യങ്ങൾ എത്ര ടഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഈസി മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എഴുതുന്നു. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്. ഓക്കെ, ഫസ്റ്റ് 7 ടേംസിന്റെ സമ്മ്. ഫസ്റ്റ് 7 ടേംസിന്റെ സമ്മ് എത്രയാണ് തന്നിട്ടുള്ളത്? 133. അതാണ് ആദ്യത്തെ ക്ലൂ. ഓക്കെ, നമുക്കറിയാം ആദ്യത്തെ 7 പദങ്ങൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതാണ് ഇക്വേഷൻ. ഇവിടെ n എന്ന് പറയുന്നത് ആദ്യത്തെ എത്രാമത്തെ പദത്തിന്റെ തുക വരെയാണോ അതാണ് n. f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്ക് ഈ ഒരു ഫസ്റ്റ് 7 ടേംസിന്റെ സമ്മിനെ എങ്ങനെ എഴുതാം? സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് എങ്ങനെ എഴുതാം?
ഈക്വൽ ടു n/2 പകരം 7/2 ഇൻറ്റു 2f, എഫ് നമുക്ക് അറിയില്ല അതുപോലെ എഴുതുന്നു, പ്ലസ് n-1 പകരം n എത്രയാണ് 7 അല്ലേ, 7ൽ നിന്ന് 1 പോയാൽ 6d, കോമൺ ഡിഫറൻസ് നമുക്കറിയില്ല. ഉത്തരം എത്രയാണ് 133 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഇക്വേഷനെ നമ്മൾ ഒന്നുകൂടി വൃത്തിയാക്കി എഴുതാണ്. 2f പ്ലസ് 6d ഈക്വൽ ടു ഈ 7/2 ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ എങ്ങനെ വരും, 133. 7/2 ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ 7 ഗുണിക്കണമാണ്. അപ്പൊ ഈ സൈഡിൽ വരുന്ന സമയത്ത് 7 എന്താണ് ഹരണമായിട്ടാണ് വരിക. ഇവിടെ 2 ഹരിക്കുകയല്ലേ, അപ്പൊ ഈ സൈഡിലേക്ക് വരുമ്പോൾ 2 ഗുണനമായിരിക്കും. എപ്പോഴും ആലോചിക്കുക, ഈക്വൽ ടുവിന്റെ എതിർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ സൈഡിൽ ഏത് സൈനിലാണോ അത് നിൽക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, അങ്ങനെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ടാണ് വരിക. ഓക്കെ, ഇനി 133 ഇൻറ്റു 2 എത്രയാണ്, 266 ഡിവൈഡഡ് ബൈ 7. 266 ഡിവൈഡഡ് ബൈ 7 എത്രയാണ്, 38. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, 2f പ്ലസ് 6d ഈക്വൽ ടു 38 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്ലൂ എന്താ, സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 133. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 133 എന്ന ആ ഒരു ക്ലൂവിനെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റി. എങ്ങനെയാണ് മാറ്റിയത്, സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റുന്നത്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലൂ എടുക്കാം. രണ്ടാമത്തെ ക്ലൂ എന്താണ്, സം ഓഫ് ഫസ്റ്റ് 14 ടേംസ്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 14 ടേംസ്, ആദ്യത്തെ 14 പദങ്ങളുടെ തുക എത്രയാണ് തന്നിട്ടുള്ളത്, 511. ഇതിനെയും നമ്മൾ ഇതുപോലെ മാറ്റി എഴുതാനായിട്ട് പോവുകയാണ് സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഇക്വേഷൻ പ്രകാരം. എന്താണ് ഇക്വേഷൻ, എങ്ങനെയാണ്, n/2 എന്ന് പറഞ്ഞാൽ ഇവിടെ 14 ആണ് എന്നിന്റെ സ്ഥാനത്ത്, അപ്പൊ 14/2 ഇൻറ്റു 2f അതുപോലെ എഴുതി, എഫ് നമുക്ക് അറിയില്ല. n-1 എന്ന് പറഞ്ഞാൽ 14ൽ നിന്ന് 1 പോയാൽ 13d ഈക്വൽ ടു 511. 14/2 എത്രയാ, 7 അല്ലേ, ഈ ഇൻറ്റു 7 ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും, ഗുണനം 7 ഈ സൈഡിലേക്ക് വരുമ്പോൾ ഹരണം 7 ആവും. അപ്പൊ 2f പ്ലസ് 13d ഈക്വൽ ടു 511 ഹരിക്കണം 7. 511 ഹരിക്കണം 7 എത്രയാ, 73. ഓക്കെ, ഇതിനെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, ഈ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 ചോദ്യങ്ങൾ വരുന്നത് എത്ര ടഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലൂ ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, രണ്ടാമത്തെ ക്ലൂ ഉപയോഗിച്ച് മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതിലെ വലിയ സംഖ്യകളുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിലിപ്പോ വലിയ സംഖ്യ ഏതാ, ഇവിടെ 6 ആണ്, ഇവിടെ 13 ആണ്, ഇവിടെ 38 ആണ്, ഇവിടെ 73 ആണ്. അപ്പൊ ഇതിൽ വലിയ സംഖ്യകളുള്ള ഇക്വേഷൻ നമ്പർ 2 ആണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1 സബ്ട്രാക്ട് ചെയ്യുന്നു, അതായത് കുറയ്ക്കുന്നു. എങ്ങനെയാണ് കുറയ്ക്കുക, 2f പ്ലസ് 13d ഈക്വൽ ടു 73 മൈനസ് 2f പ്ലസ് 6d ഈക്വൽ ടു 38. ഓക്കെ, ജസ്റ്റ് അങ്ങ് സബ്ട്രാക്ട് ചെയ്യുന്നു, അതായത് നമ്മൾ കുറയ്ക്കുകയാണ്. അതായത് 2fൽ നിന്നും 2f പോയാൽ 0. ഇനി 13 മൈനസ് 6 എത്രയാണ്, 13ൽ നിന്നും 6 പോയാൽ എത്രയാണ് വരിക, 7d ഈക്വൽ ടു 73ൽ നിന്നും 38 പോയാൽ 35. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 7d ഈക്വൽ ടു 35. അതായത് ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 കുറച്ചപ്പോൾ നമുക്ക് 7d ഈക്വൽ ടു 35 എന്ന് കിട്ടി. d ഈക്വൽ ടു ഈ 7 ഈ സൈഡിലേക്ക് പോയാൽ ഇവിടെ ഗുണനം ആയിട്ടാണ് നിൽക്കുന്നത്, ഈ സൈഡിലേക്ക് വരുമ്പോൾ 35 ഹരിക്കണം 7. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ 35 ഹരിക്കണം 7 എത്രയാ, 5. അതായത് നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്, ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി, പൊതുവ്യത്യാസം 5 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഡിന്റെ സ്ഥാനത്ത് 5 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ചെറിയ സംഖ്യകളുള്ള ഒരു ഇക്വേഷൻ എടുക്കാം, എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാലോ. 2fന് അതുപോലെ എഴുതുന്നു, പ്ലസ് 6dക്ക് പകരം 6 ഇൻറ്റു 5 ഈക്വൽ ടു 38. 2f പ്ലസ് 6 ഇൻറ്റു 5 എത്രയാ, 30 ഈക്വൽ ടു 38. ഇനി 2f ഈക്വൽ ടു 38, ഈ പ്ലസ് 30നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 30. 2f ഈക്വൽ ടു 38ൽ നിന്ന് 30 പോയാൽ 8, f ഈക്വൽ ടു 8
8/2. 8ന്റെ പകുതി എത്രയാ? 4. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം 4 ആണെന്നും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 5 ആണെന്നും നമുക്ക് കിട്ടി. ഓക്കെ, നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അഥവാ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ നിന്നും വരുന്ന ഏതൊരു ചോദ്യവും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അതാണ് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള 2 ക്ലൂസും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കാണുന്നു. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഇക്വേഷൻ പ്രകാരം ആദ്യത്തെ ക്ലൂവും രണ്ടാമത്തെ ക്ലൂവും നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഇക്വേഷൻസുകളാക്കി മാറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിലെ വലിയ നമ്പേഴ്സ് ഉള്ള ഇക്വേഷനിൽ നിന്നും ചെറിയ നമ്പേഴ്സ് ഉള്ള ഇക്വേഷൻ, ഓക്കെ, 2ൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ആ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് അവിടെ കിട്ടും. കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം ആദ്യ പദവും കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യ പദവും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കി വരുന്ന ഏതൊരു ചോദ്യങ്ങളും എത്ര ടഫ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ആ 3 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ഇത്രയും ചെയ്തതിൽ നിന്ന് ഇത്രയും സ്റ്റെപ്സ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യ പദം 4 ആണെന്നും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 5 ആണെന്നും കിട്ടി. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. 4th ടേം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം nth ടേം അഥവാ n-ാം പദത്തിന്റെ ഇക്വേഷൻ എന്താണ്? f + n-1 × d. ഇനി നമുക്ക് കാണേണ്ടത് 4th ടേം അഥവാ 4-ാം പദം. 4th ടേം ഈക്വൽ ടു f എത്രയാണ്? ഫസ്റ്റ് ടേം 4 ആണ്. n എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണോ കാണേണ്ടത് അതാണ് n. അപ്പൊ 4 - 1 ഇൻറ്റു d എത്രയാ? 5 ഈക്വൽ ടു 4 + 4ൽ നിന്ന് 1 പോയാൽ 3 ഗുണിക്കണം 5. ഇനി 4 + 3 × 5 എത്രയാണ്? 15. 15 4 കൂട്ടിക്കഴിഞ്ഞാൽ 19. അപ്പൊ 4ാമത്തെ ടേം എത്രയാണ്? 19 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? 11th ടേം കാണാനാണ്. 11th ടേം nth ടേമിന്റെ ഇക്വേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? 11th ടേം അഥവാ 11ാം പദം ഈക്വൽ ടു f എത്രയാണ്? 4 + n-1 എന്ന് പറഞ്ഞാൽ 11 - 1 ഇൻറ്റു d എത്രയാ? 5 ഈക്വൽ ടു 4 + 11ൽ നിന്ന് 1 പോയാൽ 10 ഗുണിക്കണം 5. 4 + 10 × 5 50 ആണ്. 50 കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 54. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ്. ആദ്യ പദം 4 ആണെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ പദം എങ്ങനെയാ കാണുക? കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. +5. കോമൺ ഡിഫറൻസ് 5 അല്ലേ? അപ്പൊ 5 കൂട്ടിക്കഴിഞ്ഞാൽ 4 കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 9. ഇനി മൂന്നാമത്തെ പദം കാണാൻ വീണ്ടും 9 കൂടെ 5 കൂട്ടിയാൽ മതി. 9 കൂടെ വീണ്ടും 5 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 14. ഓക്കെ, എക്സെട്ര. അപ്പൊ 4, 9, 14 എക്സെട്ര. ഇതാണ് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 3 പദങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് മറ്റു മെത്തേഡുകളിലും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ 3 ക്വസ്റ്റ്യൻസ് എത്ര ടഫ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 2 ക്ലൂസ് യൂസ് ചെയ്ത് നമ്മൾ 2 ഇക്വേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഇക്വേഷൻ n/2 × 2f + n-1 × d എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഈ 2 ക്ലൂവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 ഇക്വേഷൻസ് ഉണ്ടാക്കുന്നു. അതിൽ വലിയ സംഖ്യകളുള്ള ഇക്വേഷനിൽ നിന്നും ചെറിയ സംഖ്യകളുള്ള ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു അഥവാ കുറയ്ക്കുന്നു. അത് കുറച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് അവിടെ കിട്ടുന്നു. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ പൊതുവ്യത്യാസം കിട്ടുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പൊതുവ്യത്യാസം ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കിട്ടും. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേം അഥവാ പൊതുവ്യത്യാസവും ആദ്യ പദവും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉപയോഗിച്ച് എത്ര ടഫ് ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾ 3 4 ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ 3 4 ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ക്ലിയർ ആയില്ലേ? അടുത്ത ഓണ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്